സ്പീക്ക് ഇംഗ്ലീഷ് വിത്ത് എംറ്റീസ് 17ാമത് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് വീഡിയോസ് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അടിപൊളി കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ്. ഏതൊരു സാധാരണക്കാരനും ഈവൻ ഇംഗ്ലീഷ് ഒട്ടും അറിയാത്ത ആളുകൾക്ക് വരെ ഈസി ആയിട്ട് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാവുന്ന രൂപത്തിലാണ് വീഡിയോസൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. ഇംഗ്ലീഷ് ഭാഷ ഇഷ്ടപ്പെടുന്ന സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസാണ്. എല്ലാ വീഡിയോസും മറക്കാതെ നിങ്ങൾ വാച്ച് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, സോ ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് മുൻപത്തെ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളുടെ ക്വസ്റ്റ്യൻ പാറ്റേൺസ് ആണ്. ഓക്കെ, നമ്മൾ ഉണ്ട് എന്നുള്ളൊരു പാറ്റേൺ ആണ് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് എത്ര എണ്ണം, ഫോർ എക്സാമ്പിൾ നിനക്ക് എത്ര ബ്രദേഴ്സ് ഉണ്ട്, എത്ര സിസ്റ്റേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, ദുബായിൽ നിങ്ങൾക്ക് എത്ര ഷോപ്പുകളുണ്ട്, നിങ്ങൾക്ക് എത്ര സ്റ്റാഫ് ഉണ്ട് ഓഫീസിൽ, ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പറയാനുള്ളത്. ഇനി നിങ്ങൾക്കും ഈസിയായി വാട്സാപ്പിലൂടെ ഇംഗ്ലീഷ്, ഹിന്ദി, അറബിക് എന്നിവ പഠിക്കാം. എംറ്റീസ് അക്കാദമി ഗവർണറിൽ നിന്നും ബെസ്റ്റ് ഓൺലൈൻ അക്കാദമി അവാർഡ് ലഭിച്ച കേരളത്തിലെ ഏക സ്ഥാപനം. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് എംറ്റീസ് അക്കാദമി. എത്ര എണ്ണം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്താ പറയാ? How many? How many? എന്താ പറയാ? How many? How many? ഓക്കെ, എത്ര ബ്രദേഴ്സ്? How many brothers? How many brothers? എത്ര സിസ്റ്റേഴ്സ്? How many sisters? How many sisters? എത്ര വർഷത്തെ എക്സ്പീരിയൻസ്? How many years of experience? How many years of experience? എത്ര ഷോപ്പുകൾ? How many shops? How many shops? എത്ര മണിക്കൂർ ഡ്യൂട്ടി? How many hours of duty? How many hours of duty? ഓക്കെ, ഇത് ഇനി കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, നിനക്കുണ്ട്, ഡു യു ഹാവ്. ഓക്കെ, നിങ്ങൾക്ക് എത്ര ബ്രദേഴ്സ് ഉണ്ട്? How many brothers do you have? 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 എനിക്ക് 2 ബ്രദേഴ്സ് ഉണ്ട്. I have 2 brothers. I have 2 brothers. നിനക്ക് എത്ര സിസ്റ്റേഴ്സ് ഉണ്ട്? How many sisters do you have? How many sisters do you have? സോറി, എനിക്ക് സിസ്റ്റേഴ്സ് ഇല്ല കേട്ടോ. Sorry, I don't have any sisters. Sorry, I don't have any sisters. നിനക്ക് എത്ര അങ്കിൾസ് ഉണ്ട്? How many uncles do you have? How many uncles do you have? എനിക്ക് 3 അങ്കിൾസ് ഉണ്ട്. I have 3 uncles. I have 3 uncles. ഓക്കെ, നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? How many children do you have? How many children do you have? എനിക്ക് 2 ആൾക്കാരുണ്ട്. I have 2 children. I have 2 children. ഓക്കെ, വെരി ഗുഡ്. ദെൻ ഇനി വർക്കിനെ പറ്റി പറയാം. നിനക്ക് എത്ര മണിക്കൂർ ഡ്യൂട്ടി ഉണ്ട് ഓഫീസിൽ? How many hours of duty do you have? How many hours duty do you have? How many hours duty do you have in office, in company എന്നൊക്കെ പറയാം. How many hours duty do you have? എനിക്ക് 8 hours duty ഉണ്ട്. I have 8 hours of duty. I have 8 hours duty. ഓക്കെ, എനിക്ക് 10 hours duty ഉണ്ട് കേട്ടോ. I have 10 hours of duty. I have 10 hours duty. ഓക്കെ, ദെൻ നിനക്ക് ഈ ഫീൽഡിൽ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? How many years of experience do you have in this field? How many years of experience do you have in this field? How many years of experience do you have? നിനക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് in this field? ഈ ഫീൽഡിൽ how many years of experience do you have in this field? എങ്ങനെ പറയാം? How many years of experience do you have in this field? എനിക്ക് ടീച്ചിങ്ങിൽ 8 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. I have 8 years of experience in teaching. I have 8 years of experience in teaching. ഓക്കെ, ബിസിനസ്സിൽ നിങ്ങൾക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? How many years of experience do you have in business? How many years of experience do you have in business? How many years of experience do you have in business? എനിക്ക് 15 വർഷത്തെ എക്സ്പീരിയൻസ്. I have 15 years of experience. I have 15 years of experience. നിന്റെ അടുത്ത് എത്ര കാറുകളുണ്ട്? How many cars do you have? How many cars do you have? എൻ്റെ അടുത്ത് ആകെ ഒരു കാറേ ഉള്ളൂ. I have only 1 car. I have only 1 car. ഓക്കെ, നിനക്ക് ഇവിടെ എത്ര ഫ്രണ്ട്സുകളുണ്ട്? How many friends do you have here? How many friends do you have here? എനിക്കിവിടെ ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട്. I have many friends here. I have many friends here. ഓക്കെ, അവൻക്ക് എത്ര ബ്രദേഴ്സ് ഉണ്ട്? How many brothers does he have? How many brothers does he have? അവൻക്ക് 2 ബ്രദേഴ്സ് ഉണ്ട്. He has 2 brothers. He has 2 brothers. അവൾക്ക് എത്ര സിസ്റ്റേഴ്സ് ഉണ്ട്?
How many sisters does she have? How many sisters does she have? ശ്രദ്ധിച്ചോ നിങ്ങൾ? Does she have? How many brothers does she have? How many sisters does she have? How many brothers do you have? Do you have? Does she have? Does he have? Okay. Then നിങ്ങളുടെ ഫാദറിന് ദുബായിൽ എത്ര ഷോപ്പുകളുണ്ട്? How many shops does your father have in Dubai? How many shops does your father have in Dubai? എൻ്റെ ഫാദറിന് 5 ഷോപ്പുകളുണ്ട് ദുബായിൽ. My father has 5 shops in Dubai. My father has 5 shops in Dubai. ഓക്കെ. ദെൻ എത്ര ഷോപ്പുണ്ട് നിങ്ങളെ ബ്രദറിന് ദുബായിൽ? How many shops does your brother have in Dubai? How many shops does your brother have in Dubai? എൻ്റെ ബ്രദറിന് 2 മെഡിക്കൽ ഷോപ്സ് ഉണ്ട്. My brother has 2 medical shops. My brother has 2 medical shops. ഓക്കെ. ദെൻ മനസ്സിലായോ? അപ്പോൾ വളരെ ഈസിയാണ്. നമുക്കൊരു പാറ്റേൺ കിട്ടിയാൽ അത് എക്സ്പാൻഡ് ചെയ്യാൻ വളരെ ഈസിയാണ്. ഓക്കെ. ഹാവ്, ഐ ഹാവ്, ഡു യു ഹാവ്. ഐ ഹാവ്, ഡു യു ഹാവ്. സോറി, ഐ ഡോണ്ട് ഹാവ്. ഓക്കെ. ഇനി അവൾക്കുണ്ടോ? ഡസ് ഷീ ഹാവ്? യെസ്, ഷീ ഹാസ്. സോറി, ഷീ ഡസൻറ്റ് ഹാവ്. എത്ര എണ്ണം ഉണ്ട്? ഹൗ മെനി? ഹൗ മെനി ബ്രദേഴ്സ് ഡു യു ഹാവ്? ഹൗ മെനി സിസ്റ്റേഴ്സ് ഡു യു ഹാവ്? ഹൗ മെനി ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഡു യു ഹാവ്? How many years of experience do you have in this field? How many years of experience do you have in business? How many hours of duty do you have in company? How many hours of class do you have per day? Okay, I have 3 hours of class every day. I have 8 hours duty every day. I have more than 10 hours duty every day. ഓക്കെ. സോ ആൻസേഴ്സ് ഒക്കെ നമ്മൾ മുൻപത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഈ ചാപ്റ്ററിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോ പഴയ എപ്പിസോഡ്സ് നിങ്ങൾ വാച്ച് ചെയ്യുക. തീർച്ചയായിട്ടും വളരെ ലളിതമായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓരോന്നും ഫോക്കസ് ചെയ്തിട്ട് പറയുന്നുണ്ട്. ഓരോ സബ്ജക്റ്റുകളും അതിൻ്റെ പോസിറ്റീവ്, നെഗറ്റീവ്, ക്വസ്റ്റ്യൻ പാറ്റേൺസ്. ഓക്കെ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എനിഹാവ് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഹാസ് എന്നുള്ള ചാപ്റ്ററാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഹാസ്, ഉണ്ട്. ഹാസ് എന്നുള്ള ചാപ്റ്ററിൽ പലർക്കും കൺഫ്യൂഷൻസ് ഉണ്ടാവും. അതിൻ്റെ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളിവിടെ ഡു യു ഹാവ് ആണ്. അവിടെ ഡസ് ഹി ഹാവ്. എങ്ങനെ ഇപ്പോൾ ഡസ് പ്ലസ് ഹാവ് വരിക? ഡസ് പ്ലസ് ഹാസ് അല്ലേ എന്നൊക്കെ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി നെക്സ്റ്റ് വീഡിയോ നിങ്ങൾ മറക്കാതെ വാച്ച് ചെയ്യുക. എനിക്ക് ഈ വീഡിയോയിൽ നിങ്ങൾ 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിനക്ക് എത്ര ബ്രദേഴ്സ് ഉണ്ട്? നിനക്ക് എത്ര സിസ്റ്റേഴ്സ് ഉണ്ട്? നിനക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? ഈ 3 ക്വസ്റ്റ്യൻസും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വിന്നേഴ്സിന് അടിപൊളി സർപ്രൈസ് ഗിഫ്റ്റുകൾ ഉണ്ടായിരിക്കും. ഓക്കെ. സോ ഡിയേഴ്സ്, മുൻപ് പറഞ്ഞത് തന്നെയാണ്, ലൈവായിട്ട് ട്രെയിനിങ് സെഷൻസ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ തന്നിട്ടുള്ള ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കോഴ്സിനെ പറ്റി കൂടുതൽ അറിയാൻ. തീർച്ചയായിട്ടും പുതിയ ബാച്ച് ഈ വീക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി നിങ്ങൾ മറ്റൊരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യേണ്ടി വരില്ല. ഓക്കെ. ഇനി ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി നിങ്ങൾ മറ്റൊരു സ്ഥാപനത്തിൽ ഇനി ക്യാഷ് മുടക്കേണ്ടി വരില്ല. 100% ഗ്യാരണ്ടീഡ് ട്രെയിനിങ് പ്രോഗ്രാമാണ്. എല്ലാ ദിവസവും മിനിമം 1 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യാൻ കഴിയാത്തവരാരാണുള്ളത്? ലൈഫിൽ എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുതിയ അറിവുകൾ നേടണം. ഓക്കെ. ഡൂയിങ് ദി സെയിം തിങ് ആൻഡ് എക്സ്പെക്റ്റിംഗ് എക്സ്ട്രാ ഓർഡിനറി ഈസ് യൂസ്ലെസ്. ഓക്കെ. നമ്മൾ ഒരേ കാര്യം ചെയ്തുകൊണ്ട് നമ്മൾ മറ്റുള്ള ഭയങ്കര വ്യത്യസ്തമായിട്ട് കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്താൽ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി വർക്ക്ഡ്. ഓക്കെ. സോ നിങ്ങൾ ലൈഫിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ, ലൈഫിലൊരു ചേഞ്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുതിയ അറിവുകൾ നേടുക, പുതിയ സ്കില്ലുകൾ നേടുക. ഓക്കെ. എല്ലാവരും ബിസിയാണ്, ഒരുപാട് ജോലിയും തിരക്കുകളൊക്കെ ഉള്ള ആളുകളാണ്. പക്ഷേ ഈ തിരക്കാണെന്ന് പറഞ്ഞ് നടന്നുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതിൽ നിന്നൊരു മാറ്റം വേണമെങ്കിൽ, ഓക്കെ, nobody can change your life unless you. നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ കഴിയുള്ളൂ. സോ ഇഫ് യു വാണ്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ് കോൺഫിഡൻ്റ്ലി, ജസ്റ്റ് ജോയിൻ us. Okay, we are giving you 100% guarantee that you can speak English confidently better than before because we have such a proven track records with us. നമ്മുടെ കഴിഞ്ഞ ബാച്ചുകളിലൊക്കെ നല്ല റിസൾട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ട് ഇനി മാറി നിൽക്കേണ്ട അവസ്ഥ വരില്ല. എംറ്റീസ് ഉണ്ട് നിങ്ങളെ കൂടെ. പുതിയ ബാച്ചിൽ ഉടൻ ജോയിൻ ചെയ്യാം. കോൺഫിഡൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് നിങ്ങൾക്കും സംസാരിക്കാം. Okay, so that's all for today. Thank you so much. Thank you so much for watching this video.
Hope Wishing you you all will the be best. waiting for our next video. So until we meet next, bye. Bye. Emtees Academy.